കഴിഞ്ഞ ദിവസം ഒരു ഓർഫനായിട്ടുള്ള 10ാം ക്ലാസ്സിലോട്ട് പോകുന്ന ഒരു കുട്ടിയിൽ നിന്ന് എനിക്ക് ഒരു കത്ത് ലഭിച്ചു. ആ കത്തിൽ നിന്ന് എനിക്ക് ചില പാഠങ്ങളുണ്ട്. അത് വെച്ചിട്ട് ഒരു ബിഗ് അനൗൺസ്മെൻറ്റ് ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ നടത്തും. നിങ്ങൾക്കും ഒരുപാട് പാഠങ്ങൾ ആക്ച്വലി ഈ കത്തിൽ നിന്നുണ്ട്. ഈ കത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം. ആളുടെ പേരോ പഠിക്കുന്ന സ്ഥാപനം ഒന്നും ഞാൻ പറയുന്നില്ല. ആൻഡ് ഇറ്റ്സ് നോട്ട് ഫെയർ ടു സേ ദാറ്റ് ഐ എം എ സ്റ്റുഡൻറ്റ് അറ്റ് ഡാഷ് 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 എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ്. കറൻ്റ്ലി റിസൈഡിങ് ഇൻ ദ ഹോസ്റ്റൽ ആസ് എ ഡെസ്റ്റിറ്റ്യൂട്ട്. ഒരു ഡെസ്റ്റിറ്റ്യൂട്ടാണ്. Since my childhood, I had a dream of becoming a computer engineer and I aspire to graduate from IIT Madras. ഈ കുട്ടിക്ക് ആഗ്രഹം IIT മദ്രാസിൽ നിന്ന് ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറായിട്ട് ഗ്രാജുവേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. എന്നാൽ ഇനി വരാൻ പോകുന്ന ഒരു ഡ്രീം ആ കുട്ടി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നാൽ ഇനി വരാൻ പോകുന്ന ഭാഗമാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്. ടു അച്ചീവ് ദിസ് ഗോൾ ഐ നീഡ് ടു സ്കോർ ദ ഹയസ്റ്റ് മാർക്സ് ഓൺ JEE എക്സാമിനേഷൻ. കറൻ്റ്ലി ഐ ഹാഡ് ഗ്രേറ്റ് പ്രോഗ്രസ് ഇൻ JEE സബ്ജക്ട് ബൈ ഗെറ്റിംഗ് എബോവ് 90% ഇൻ സയൻസ് ആൻഡ് 100% ഇൻ മാത്തമാറ്റിക്സ്. അതിനുവേണ്ടി ഞാൻ JEE എക്സാം എഴുതണം. അപ്പോൾ അതിലെനിക്ക് JEE എക്സാമിന് വേണ്ടിയുള്ള സബ്ജക്ട്സ് ആയിട്ടുള്ള സയൻസും മാത്സും ആണ്. അതിൽ സയൻസിൽ എനിക്ക് 90% മാർക്കുണ്ട്, മാത്സിൽ എനിക്ക് 100% മാർക്കുമുണ്ട്. ഐ എം വെരി ഇൻട്രസ്റ്റഡ് ഇൻ സ്റ്റഡിയിങ് ദി സബ്ജക്ട്സ്. There I can improve my progress more. The JEE examination is a tough exam and I want the best marks. Okay, ഇത് വളരെ ടഫ് ആയിട്ടുള്ള എക്സാമാണ്, എനിക്ക് നല്ല മാർക്ക് വേണം. ഓക്കെ, ഫോർ അച്ചീവിങ് ദാറ്റ് ഐ വിഷ് ടു ജോയിൻ എ പ്രിലിമിനറി കോഴ്സ് ബൈ ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നെയിംഡ് X&Y ലേണിംഗ്. അപ്പോൾ ഈ JEE എക്സാമിന് നല്ല മാർക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ X&Y ലേണിംഗ് എന്ന സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യണം. ദി ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് എൻ എക്സലന്റ് ഫൗണ്ടേഷൻ ക്ലാസ്സസ് ലെഡ് ബൈ IITians ആൻഡ് NITians ആൻഡ് ഡോക്ടേഴ്സ് along with 1-to-1 മെൻറ്റർഷിപ്പ്. ഓക്കെ, അപ്പോൾ ഈ IITiansഉം ഡോക്ടേഴ്സൊക്കെ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് 1-on-1 മെൻറ്റർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ എന്നെ ശരിക്കും നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ലെസൺ, എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്നുള്ളത്, ഒന്ന് നമ്മുടെ ചുറ്റും എത്രയോ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. ഒരുപാട് പണമുള്ള, എഡ്യൂക്കേഷനിൽ അവെയർ ആയിട്ടുള്ള പാരൻസ് ഉള്ള ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു കുട്ടികളിലും ഇത്തരത്തിലുള്ള ഡ്രൈവ് ഞാൻ കണ്ടിട്ടില്ല. ലൈഫിൽ ഒരു ഹോസ്റ്റലിൽ ജീവിക്കുന്ന ഒരു അനാഥയായിട്ടുള്ള, പ്രത്യേകിച്ച് പ്രോബ്ലി ഇൻ്റർനെറ്റിലോട്ടോ മറ്റൊന്നും അധികം ആക്സസ് ഇല്ലാത്ത ഒരു കുട്ടി ലെറ്റർ എഴുതുകയാണ്, എനിക്ക് IITയിൽ പോയി കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആവണം, അതിന് JEE എന്ന് പറയുന്നൊരു എക്സാം ഉണ്ട്, അത് വളരെ ടഫാണ്, അതിൽ സയൻസും മാത്സുമാണ് ചോദിക്കുന്നത്, ഈ സയൻസിലും മാത്സിലും എനിക്ക് നല്ല മാർക്കുണ്ട്, പക്ഷേ എന്നിരുന്നാലും എനിക്ക് കൂടുതൽ മാർക്ക് അതിൽ സ്കോർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാനൊരു ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യേണ്ടതുണ്ട്. ഫൗണ്ടേഷൻ പ്രോഗ്രാമുകളെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ X&Y എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവിടെ ക്ലാസ് എടുക്കുന്നത് IITiansഉം NITiansഉം ഡോക്ടേഴ്സും ഒക്കെയാണ്. അവിടെ 1-on-1 മെൻറ്റർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അവിടെ പോയി പഠിക്കണം. എന്നാൽ അവിടെ പോയി പഠിക്കാനുള്ള, ഈ കത്ത് എഴുതിയത് എനിക്കല്ല, ഈ കത്ത് എഴുതിയത് ആ സ്ഥാപനത്തിൻ്റെ മേധാവിക്കാണ്. അവിടെ പഠിക്കാനുള്ള പണം എനിക്കില്ല. അപ്പോൾ ആ പണം നിങ്ങൾ എനിക്ക് അനുവദിച്ച് തരണം, എനിക്ക് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് തരണം എന്നുള്ളതാണ് കുട്ടി എഴുതിയത്. അപ്പോൾ എനിക്ക് ലെറ്റർ സ്ഥാപന മേധാവി എൻ്റെ നമ്പറൊക്കെ കണ്ടുപിടിച്ച് എനിക്ക് ലെറ്റർ ഫോർവേഡ് ചെയ്തു. അപ്പോൾ ഞാൻ ഈ കുട്ടിയെ ഫ്രീ ആയിട്ട് X&Y പഠിപ്പിക്കാം എന്നുള്ളത് ഞാൻ പറയുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു കുട്ടിയുടെ ഒരു മെൻറ്റാലിറ്റി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. തേടി കണ്ടുപിടിച്ച്, എനിക്ക് എവിടെ എത്തണം എന്നുള്ളത് തേടി കണ്ടുപിടിച്ച് അതിനുള്ള വഴി വരെ കണ്ടെത്തിയിട്ട്, ആ വഴിയിൽ എനിക്കുള്ള ഒബ്സ്റ്റക്കിൾസ് എന്താണെന്ന് കണ്ടെത്തിയിട്ട് ആ ഒബ്സ്റ്റക്കിൾസിനെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു മോട്ടിവേഷൻ എന്നുള്ളത് ഈ ലെറ്ററിൻ്റെ ഓരോ വാക്കിലും നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ആലോചിക്കേണ്ടത്, കാണുന്ന കുട്ടികളുടെ ആലോചിക്കേണ്ടത്, നിങ്ങൾക്കും ഡ്രീമുകളില്ലേ, ആ ഡ്രീമുകളിൽ എത്താൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത് കാണുന്ന പാരൻസ് ആലോചിക്കേണ്ടത്, നമ്മുടെ കുട്ടികൾക്ക് ഇത്രയും ഡീപ്പായിട്ടുള്ളൊരു ഡ്രീം, ഒരു അംബീഷൻ ഇൻജക്റ്റ് ചെയ്യാൻ നമുക്ക് ഇത്രയധികം പ്രിവിലേജുകൾ ഉണ്ടായിട്ട്, നമുക്ക് പണം ഉണ്ടായിട്ട്, നമുക്ക് എഡ്യൂക്കേഷൻ ഉണ്ടായിട്ട്, നമുക്ക് ഓൾ റിസോഴ്സസ് അറ്റ് ഹാൻഡ് ഉണ്ടായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. X&Yയുടെ മോട്ടോ എന്നുള്ളത് എവറി കിഡ് ഡിസേർവ്സ് എ ഗ്രേറ്റ് ഫ്യൂച്ചർ എന്നുള്ളതാണ്. ഓരോ കുട്ടിയും നല്ലൊരു ഭാവി അവൻ എന്ത് ചെയ്യുന്നുണ്ട്, അവൻ ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ഞങ്ങൾ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ ചിന്ത ഉണ്ടായത് കൊണ്ടാണ് ഈ ഫൗണ്ടേഷൻ പ്രോഗ്രാം ഈ രീതിയിൽ ഞങ്ങൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാമായി മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് 3000-ഓളം സ്റ്റുഡൻസ് X&Y ലേണിംഗിൽ പഠിക്കുന്നുണ്ട്. ഈ കുട്ടികളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഉള്ള, ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുകളുള്ള ഒരുപാട് കേസുകൾ ഞങ്ങളുടെ മുമ്പിൽ വരാറുണ്ട്. ഞങ്ങൾ ഉറപ്പുവരുത്താറുള്ള ഒരു കാര്യം, പണമില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട്, ജെന്യൂൻ ആയിട്ട് പണമില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് ആരും ഇതിൽ നിന്ന് മിസ് ഔട്ടായി പോവാറില്ല എന്നുള്ളത് ഞങ്ങൾ ഉറപ്പുവരുത്താൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. പരമാവധി ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള കുട്ടികളെ, അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കുട്ടികളെ, ഡിസേർവിംഗ് ആയിട്ടുള്ള കുട്ടികളെ പരമാവധി സപ്പോർട്ട് ചെയ്യാൻ
ഞങ്ങളാൽ കഴിയും വിധം ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ആ ഒരു സ്കെയിലിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇനിയാണ് എനിക്കൊരു ബിഗ് അനൗൺസ്മെന്റ്, എനിക്കുള്ളൊരു പാഠം എന്നുള്ള എനിക്കൊരു ബിഗ് അനൗൺസ്മെന്റ് നടത്താനുള്ളത്. കേരളത്തിലെ ഏതെങ്കിലും ഒരു ഓർഫനേജിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇങ്ങനെ വളരെയധികം ആലോചിച്ച് XNY ലേണിംഗ് പോലെയുള്ള ഒരു സ്ഥാപനത്തെക്കുറിച്ച് അന്വേഷിച്ചറിഞ്ഞ് അതിനെക്കുറിച്ച് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അതിൻ്റെ ഫീച്ചേഴ്സ് കണ്ടെത്തി ഇങ്ങനെ ഒരു കത്ത് വരും എന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു കത്ത് വന്നപ്പോൾ എനിക്ക് കിട്ടിയ ചില റിയലൈസേഷൻസ് ഉണ്ട്. കേരളത്തിൽ ഇങ്ങോളമുള്ള കുട്ടികളും പാരൻസും ഇന്ന് XNY ലേണിങ്ങിനെ അത്രത്തോളം സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവരത്രത്തോളം ഇത്തരമൊരു സ്ഥാപനത്തിൽ വലിയ ഡ്രീംസ് ഉള്ള അംബീഷൻസ് ഉള്ള ആഗ്രഹങ്ങളുള്ള കുട്ടികൾ ഇത്തരമൊരു സ്ഥാപനത്തിൽ വന്ന് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹം ഉള്ള ആളുകൾക്ക്, എന്നാൽ ഡിസേർവിംഗ് ആയിട്ടുള്ള, എന്നാൽ ഒരു പക്ഷേ നമ്മുടെ ഫീസ് അടക്കാൻ പണമില്ലാത്ത ആളുകൾക്ക്, അല്ലെങ്കിൽ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കൈത്താങ്ങ് അനിവാര്യമാണ്. ആ കൈത്താങ്ങ് ഞങ്ങളാൽ കഴിയുന്ന വിധം ഞങ്ങൾ ആരെയും അറിയിക്കാതെ ഞങ്ങൾ ഇത്രയും കാലം കൊടുത്തു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി അങ്ങനെ ആയാൽ ചിലപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ഇനിയും മിസ് ഔട്ട് ആയി പോകും. കാരണം എല്ലാ കേസുകളും ചിലപ്പോൾ അജ്മലിൻ്റെ അടുത്ത് വന്നുകൊള്ളുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫാക്കൽറ്റീസിൻ്റെ അടുത്ത് വന്നുകൊള്ളുന്നില്ല. കാരണം XNYയും വലുതാവുകയാണ്, ചുറ്റുമുള്ള ലോകവും കൂടുതൽ XNYയെ കുറിച്ച് അറിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഒരു ഡിസിഷൻ എടുത്തത് എന്താണെന്ന് വെച്ചാൽ, ഒരു 500 സ്റ്റുഡൻസിന് 50% to 100% സ്കോളർഷിപ്പോട് കൂടിയിട്ട് പഠിപ്പിക്കണം എന്നുള്ള തീരുമാനമാണ് XNY ലേണിംഗ് എടുത്തിട്ടുള്ളത്. ആ ഒരു സന്തോഷം നിങ്ങളുടെ മുമ്പിൽ ഞാൻ പങ്കുവെക്കുകയാണ്. ഇത് വളരെ ഡിസേർവിംഗ് ആയിട്ടുള്ള ഓർഫൻസ് ആയിട്ടുള്ള, ഡിസേർവിംഗ് ആയിട്ടുള്ള, ഫൈനാൻഷ്യലി വളരെ മോശമായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുന്ന, പണമില്ലാത്തത് കൊണ്ട് പഠിക്കാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ ലൈഫിൽ വേറെ വളരെ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഏരിയകളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് വേണ്ടിയാണ്, വളരെ ഡിസേർവിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഞങ്ങളിത് മാറ്റിവെക്കുന്നത്. ഓക്കെ, അപ്പോൾ പണമില്ല എന്നുള്ളൊരു കാരണം കൊണ്ട്, ഫൈനാൻഷ്യലി റിസോഴ്സസ് ഇല്ല എന്നുള്ളൊരു കാരണം കൊണ്ട്, ലൈഫിൽ സാഹചര്യങ്ങളില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് ഒരു കുട്ടിക്ക് പോലും, ആഗ്രഹങ്ങളുള്ള, സ്വപ്നങ്ങളുള്ള, നന്നായി പഠിക്കുന്ന ഒരു കുട്ടിക്ക് പോലും ഈ കാര്യം മിസ് ഔട്ടായി പോകരുത്. അതും അവർക്ക് നമ്മുടെ എല്ലാ ഫീച്ചേഴ്സോടും കൂടിയിട്ട്, നമ്മുടെ ബുക്സ് അടക്കം അയച്ചു കൊടുത്തുകൊണ്ട്, നമ്മുടെ മെൻറ്റർഷിപ്പോട് കൂടിയിട്ട്, ഒരു സാധാരണ ഒരു കുട്ടിയെ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന ഒരു കുട്ടിയെ എങ്ങനെയാണോ പഠിപ്പിക്കുന്നത് അതുപോലെ നമ്മൾ പഠിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ പ്രോഗ്രാം നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു വാർത്ത, ആ ഒരു സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇത് കുറച്ചും കൂടി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമായിട്ട് XNY ഇതിനെ മുന്നോട്ട് കൊണ്ടുവരികയാണ്. നിങ്ങളുടെ പേര്, നിങ്ങൾ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ പേര് ഒരാൾ പോലും അറിയാതെ, XNYയുടെ ഉള്ളിൽ തന്നെ ഒരാൾ പോലും അറിയാതെ, നമ്മുടെ ഒരു മെൻറ്റർ പോലും അറിയാതെ, നമ്മുടെ ഒരു ടീച്ചർ പോലും അറിയാതെ, അത് ഞങ്ങൾ വളരെ സുതാര്യമായിട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും അത് ഹാൻഡിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ളൊരു ഫോം ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം. വളരെ ഡിസേർവിംഗ് ആയിട്ടുള്ള കുട്ടികൾ നമ്മുടെ നാടുകളിൽ ഉണ്ടാവും, നിങ്ങളുടെ ഫാമിലികളിൽ ചിലപ്പോൾ ഉണ്ടാവും, നമ്മുടെ ഇത് സ്ഥാപന മേധാവികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അതിനുള്ളൊരു ഫോർമാറ്റും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ലിങ്കിൽ നൽകിയിട്ടുണ്ട്. അതിന് വേണ്ട ഡിസേർവിംഗ് ആയിട്ടുള്ള ആളെ കണ്ടെത്താനുള്ള ക്രൈറ്റീരിയാസ് അടക്കം നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ജെന്യൂനായിട്ട് ആവശ്യങ്ങളുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ പഠിപ്പിക്കുക എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. യാതൊരു സംശയവുമില്ല. അത്തരം കുട്ടികളെ തന്നെയാണ് ഞങ്ങളെല്ലാവരും സ്വപ്നം കാണുന്നത്. അതോടൊപ്പം ഈ ഒരു ഉദ്യമത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കൊരു കുട്ടിയെ സ്പോൺസർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാത്രമായിട്ട് ഒറ്റയ്ക്ക് സ്പോൺസർ ചെയ്യേണ്ട. നിങ്ങൾ എത്രയാണോ നിങ്ങൾ സ്പോൺസർ ചെയ്യുന്നത് അതേ എമൗണ്ട് XNY ലേണിംഗും ചിലവാക്കും. വി വിൽ മാച്ച് യുവർ കോൺട്രിബ്യൂഷൻസ്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്കൊരു കുട്ടിയെ മെൻറ്റർ ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ, എല്ലാവർക്കും പണം നൽകി സഹായിക്കാൻ സാധിച്ചോണമെന്നില്ല, പക്ഷെ ചിലപ്പോൾ നിങ്ങളുടെ ഒരു സ്കിൽ സെറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ആ കുട്ടിയെ മെൻറ്റർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്കുള്ളൊരു ലിങ്കും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ താഴെ നൽകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരു സപ്പോർട്ട് എക്കോസിസ്റ്റം വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യം. ഇത് XNY ലേണിംഗ് എന്നുള്ളത് അതൊരു ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ തന്നെയാണ്, ഇതൊരു കമ്പനി തന്നെയാണ്. പക്ഷെ അതിനപ്പുറം നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു വിഷന് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ആ വിഷൻ എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ എവറി കിഡ് ഡിസേർവ്സ് എ ഗ്രേറ്റ് ഫ്യൂച്ചർ എന്നുള്ളതാണ്. ഓരോ കുട്ടിയും നല്ലൊരു ഭാവി തന്നെ അവൻ അർഹിക്കുന്നുണ്ട്. അത് അവൻ്റെ അർഹതയാണ്. അത് ഞങ്ങളുടെ ആരുടെയും ഔദാര്യമോ നമ്മുടെ ആരുടെയും ഒരു അവന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു അവകാശം നൽകല്ല. അത് അവൻ്റെ അവകാശമാണ്, അവൻ അർഹതപ്പെട്ടൊരു കാര്യമാണ്. ഓക്കെ, അതിൽ പല കാരണങ്ങളാൽ ലൈഫിൽ പിന്തള്ളപ്പെട്ടു പോയ ആളുകളുണ്ടാവും. അവരെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് നമ്മുടെ ആരുടെയും ഔദാര്യമല്ല, നമ്മുടെ കർത്തവ്യമാണ് എന്നുള്ളത് നമ്മളെല്ലാവരും, ഞാനടക്കമുള്ള ആളുകൾ റിയലൈസ് ചെയ്യേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സോ വി പ്രൗഡ്ലി അനൗൺസ് ദി സ്കോളർഷിപ്പ് പ്രോഗ്രാം ടു XNY ലേണിംഗ്. വളരെ ഡിസേർവിംഗ് ആയിട്ടുള്ള കുട്ടികളുടെ നിങ്ങൾ ഡിസേർവ് ചെയ്യുക. അത്തരം സ്റ്റുഡൻസിലോട്ട് ഈ വീഡിയോ നിങ്ങൾ എത്തിച്ചു നൽകുക, സ്ഥാപന മേധാവികൾക്ക് എത്തിച്ചു നൽകുക, ടീച്ചേഴ്സിന് എത്തിച്ചു നൽകുക. സോ ദാറ്റ് അത്രയും നല്ല കുട്ടികളെ അവരെ ടെസ്റ്റ് നടത്തി അവരുടെ ഫൈനാൻഷ്യൽ കണ്ടീഷൻസ് തിരിച്ചറിഞ്ഞിട്ട് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ കുട്ടികളെ എൻറോൾ ചെയ്യുന്നത്. സോ ഒരുപാട് സ്വപ്നങ്ങളിലോട്ടുള്ള
ചിറകുകൾ വിരിച്ചുള്ള യാത്ര നമ്മൾ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. ഇത് വലിയൊരു ദൗത്യമാണ്, വലിയൊരു മുന്നേറ്റമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന, നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം, നിങ്ങളുടെ എല്ലാവരുടെയും ഒരു അകമഴിഞ്ഞ പിന്തുണ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായിട്ടുള്ളൊരു സമയമാണ്. അത് ഉണ്ടാവണം, ഇത്രയും കാലം ഉണ്ടായ പോലെ ഉണ്ടാവണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ എൻ്റെ ചെയ്യട്ടെ. താങ്ക് യു. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.